Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി അവർ മടങ്ങിയെത്തി. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച 23 മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ കേന്ദ്ര വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചു. കുവൈറ്റിലെ മംഗഫിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ചു. 23 മലയാളികൾ കൂടാതെ 7 തമിഴ്നാട്ടുകാരുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് പ്രത്യേകം സജ്ജീകരിച്ച വ്യോമസേന വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. നമുക്ക് അവിശ്വസനീയമായൊരു സംഭവമാണ് നടന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ഇന്ത്യക്കാരുൾപ്പെടെയുള്ള നിരവധി ആളുകൾ അവിടെ ഇങ്ങനെ ഉണ്ടായ ദാരുണമായ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും പേരുടെ മൃതശരീരങ്ങൾ ഒരുമിച്ച് ഏറ്റുവാങ്ങേണ്ട ദൌർഭാഗ്യമാണ് കേരളത്തിനുണ്ടായിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും വലിയ ദുരന്തമാണ്. കുടുംബത്തെ പോറ്റുന്നതിനു വേണ്ടിയും മക്കളെ നോക്കുന്നതിനു വേണ്ടിയും ഒക്കെ ജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഷ്ടപ്പെട്ട അവർക്കാണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ കുടുംബങ്ങളുടെ ദുഃഖം എന്ന് പറയുന്നത് വിവരിക്കാൻ കഴിയാത്ത ദുഃഖമാണ്. ആ ദുഃഖത്തിൽ, ആ പ്രയാസത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുകയാണ്. ഇതിനപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കഴിയും? നമ്മളെല്ലാം നിസ്സഹായരായി, വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി ആ കുടുംബത്തിന്റെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് നമ്മളെല്ലാവരും. വേറെ ഒന്നും നമുക്ക് പറയാൻ പോലുമില്ല, വാക്കുകൾ പോലും ഇല്ലാത്ത ഘട്ടത്തിലാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ത്യൻ സമയം രാവിലെ 6:30യോടെയാണ് വിമാനം കുവൈറ്റിൽ നിന്നും പുറപ്പെട്ടത്. 47 ഇന്ത്യക്കാരാണ് അപകടത്തിൽ മരിച്ചത്. കൊച്ചിയിൽ നിന്നും പ്രത്യേകം ക്രമീകരിച്ച ആംബുലൻസുകളിൽ മൃതദേഹങ്ങൾ വീടുകളിലെത്തിക്കും. കുവൈറ്റിലെ NBTC കൺസ്ട്രക്ഷൻ കമ്പനിയിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് ബുധനാഴ്ച പുലർച്ചെ തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ 50 പേർ മരിച്ചു. 47 ഇന്ത്യക്കാർ കൂടാതെ 3 പേർ ഫിലിപ്പീൻസിൽ നിന്നുള്ളവരാണ്. പരുക്കേറ്റ 27 പേരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. ഇതിൽ 5 മലയാളികൾ അപകടനില തരണം ചെയ്തു. ചികിത്സയിലായിരുന്ന ഒരു ഇന്ത്യക്കാരൻ ഇന്ന് രാവിലെയാണ് മരിച്ചത്. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് കുവൈറ്റ് ഫയർഫോഴ്സിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഗാർഡിന്റെ റൂമിൽ നിന്നാണ് തീപിടുത്തമുണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സുരക്ഷാ വീഴ്ചയുടെ പേരിൽ 2 പേർ റിമാൻഡിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പ്രവാസി വ്യവസായികളും ഉൾപ്പെടെ മരിച്ചവരുടെ കുടുംബത്തിന് 22 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കുവൈറ്റ് ഗവൺമെന്റും സഹായം നൽകും. വ്യാഴാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം കേന്ദ്ര വിദേശ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വിമാനം കൊച്ചിയിലേക്ക് എത്തിച്ചത്. 23 മലയാളികൾ കൂടാതെ 7 തമിഴ്നാട്ടുകാരുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് പ്രത്യേക വ്യോമസേന വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. ഇവരുടെ മൃതദേഹങ്ങളും സംസ്ഥാന സർക്കാർ ഏറ്റുവാങ്ങി. കേരള അതിർത്തി കഴിയുന്നതുവരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള മൃതദേഹങ്ങൾക്ക് സംസ്ഥാന പോലീസ് അകമ്പടി കൊടുക്കും.